അപ്പോൾ ഇന്ന് നമ്മൾ മെൻസുറേഷൻ എന്ന് പറയുന്ന പാർട്ട് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ചില പ്ലെയിൻ ഫിഗേഴ്സിന്റെയും അതുപോലെ ചില സോളിഡ് ഫിഗേഴ്സിന്റെയും ഏരിയ, അതുപോലെ സോളിഡ് ഫിഗേഴ്സിന്റെ വോളിയം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തിനെ രണ്ടായിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് പ്ലെയിൻ ഫിഗേഴ്സ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്ലെയിൻ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ അത് 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഫിഗേഴ്സ് ആയിരിക്കും. ലൈക്ക് ട്രയാങ്കിൾ വരാം, റെക്ടാങ്കിൾ, ചതുരം, ത്രികോണം, അങ്ങനെയുള്ള ഫിഗേഴ്സ് ആണ് പ്ലെയിൻ ഫിഗേഴ്സ്. അപ്പൊ അതിന്റെ ഏരിയ, അപ്പൊ ഇത്തരത്തിലുള്ള പ്ലെയിൻ ഫിഗേഴ്സിന്റെ ഒരു പ്രത്യേകത, പ്ലെയിൻ ഫിഗേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വോളിയം, അതിന്റെ വ്യാപ്തം നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, അതിന്റെ ഏരിയ മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏരിയ എങ്ങനെ നമുക്ക് കുറെ കൂടെ ഓരോ പല പല ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ കുറെ കൂടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സും മറ്റും ഈ ഒരു ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോ ഞാൻ ആദ്യം ട്രയാങ്കിൾ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഒരു ട്രയാങ്കിൾ ഞാൻ ഇവിടെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ, സേ ഈ ഒരു സൈഡ് എ, ഈ ഒരു സൈഡ് ബി ആൻഡ് ഈ ഒരു സൈഡ് സി, ഈ 3 സൈഡിന്റെയും ലെങ്ത് എ ബി സി റെസ്പെക്റ്റീവ്ലി ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന പോലെ ഈ 3 സൈഡ്സും കൂടെ ആഡ് ചെയ്താൽ മതി. അതായത് എ പ്ലസ് ബി പ്ലസ് സി, ഇതാണ് ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാ ട്രയാങ്കിളിനും ജനറൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. അതിന്റെ പരപ്പളവ് സമം ഹാഫ് ബി എച്ച് ആണ്. where b is the length of base and h is the height. h എന്ന് പറയുന്നത് ഉയരമാണ്, b എന്ന് പറയുന്നത് ഈ ബേസ് ലൈനിന്റെ നീളമാണ്. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ഹൈറ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന വശത്തിന്റെ ഓപ്പോസിറ്റ് ഒരു ആംഗിൾ ഉണ്ടാവും. ട്രയാങ്കിൾ ആണ്, അപ്പൊ 3 ആംഗിൾ ആണ് ഉള്ളത്. അതിൽ ഓപ്പോസിറ്റ് ആംഗിളിൽ നിന്നും താഴേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, ആ പെർപെൻഡിക്കുലറിന്റെ ആ ഒരു ലംബത്തിന്റെ നീളമാണ് നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോ ഹാഫ് ബി എച്ച് ആണ് ഇവിടുത്തെ ഏരിയ. അത് നമുക്ക് എല്ലാ ട്രയാങ്കിളിനും യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, പക്ഷേ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് നമുക്ക് ഈ ഒരു ഹൈറ്റ് തരണമെന്നില്ല. അപ്പൊ അങ്ങനെ ഹൈറ്റ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്. ദ ഏരിയ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഇക്വേഷൻ. റൂട്ട് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പൊ ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊരു സംശയം വന്നേക്കാം. എസ് എന്ന് പറഞ്ഞാൽ ഈ 3 സൈഡുകളും, അതായത് ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ, ഇതിന്റെ ചുറ്റളവ്, ഈ ചുറ്റളവിന്റെ പകുതിയാണ് എസ് എന്ന് പറയുന്നത്. ഈ 3 സൈഡും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ പകുതി, അതിന്റെ ഹാഫ് എടുത്താൽ നമുക്ക് എസ് കിട്ടി. ഓക്കെ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഏരിയ കണ്ടുപിടിക്കാം. അത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ട്രയാങ്കിളിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഈ ട്രയാങ്കിളിൽ തന്നെ പല ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താണെന്ന് നോക്കാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദാ ഇതുപോലെ എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും. മാത്രമല്ല എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, അങ്ങനെ എല്ലാ ആംഗിളുകളും 60 ഡിഗ്രി ആയിരിക്കും. ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളുകളും കോണുകളെല്ലാം ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 180 ആണ് കിട്ടുക. അതൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു കാര്യം. എന്താണ്, എല്ലാ സൈഡ്സും, എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അപ്പൊ അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു വശത്തിന്റെ നീളത്തെ അത് എ എന്ന് എടുക്കുകയാണെങ്കിൽ 3 ഇൻറ്റു എ എടുത്താൽ മതി. ഓക്കെ, അപ്പോ അതിന്റെ പെരിമീറ്റർ ആയി. ഏതെങ്കിലും ഒരു വശത്തെ 3 കൊണ്ട് ഗുണിച്ചാൽ അതിന്റെ ചുറ്റളവായി. ഇനി അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റൂട്ട് 3a² by 4, where a is the length of one side.
ഒരു സൈഡിന്റെ ലെങ്ത്, ഒരു സൈഡിന്റെ നീളം എ ആയിട്ട് എടുത്താൽ √3a²/4 എന്ന ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് താഴോട്ടുള്ള ആ ഒരു ലംബത്തിന്റെ നീളം, ആ ഒരു ഹൈറ്റ് അത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇക്വേഷനായിട്ട് ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഏരിയ ഇവിടെയാണ്, ഈ ഒരു ഭാഗത്ത് ട്രയാങ്കിൾ ജനറൽ ആ ഒരു ഭാഗത്താണ് ഏരിയ ഹാഫ് BH എന്ന് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ B എന്ന് പറഞ്ഞാൽ ബേസ്, പാദമാണ്, H എന്ന് പറഞ്ഞാൽ ഉയരം. അത് എല്ലാ ട്രയാങ്കിൾസിനും ആപ്ലിക്കബിൾ ആണ്, ഏതൊരു ട്രയാങ്കിളിനും ആപ്ലിക്കബിൾ ആണ്. നമ്മൾ അതിന്റെ സ്പെഷ്യൽ കേസുകൾ മാത്രമാണ് ഇനി ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് ട്രയാങ്കിൾ ആയി. ഒന്ന്, ഒരു നോർമൽ ട്രയാങ്കിളിൽ എങ്ങനെ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം, അതിന്റെ ജനറൽ ഇക്വേഷനും പിന്നെ അതിന്റെ പെരിമീറ്ററിന്റെ ജനറൽ ഇക്വേഷനും. ഇനി അതിലുള്ള ചില കേസുകളാണ്. അതിൽ ഒന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞു, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം, എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണം. അതിന്റെ ഏരിയയും പെരിമീറ്റർ, ചുറ്റളവും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ, അതായത് മട്ട ത്രികോണം എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്താണെന്ന് വെച്ചാൽ, ഒരു കോൺ, ഏതെങ്കിലും ഒരു കോൺ 90 ഡിഗ്രി 90 ഡിഗ്രി ആയിട്ടുള്ള ത്രികോണങ്ങളെയാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ത്രികോണങ്ങൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, അപ്പോ ഈ ട്രയാങ്കിൾസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ പാദത്തിന് നമുക്ക് ബേസ് എന്ന് വിളിക്കാം. ഓക്കെ, ബേസ്, പാദം. ഇനി ഇതാണ് ഇതിന്റെ ഹൈറ്റ്, അത് ഉയരം. ഓക്കെ, ഹൈറ്റ്. ഇനി ഈ ഒരു നീളം കൂടിയ വശം, അതായത് 90 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഈ നീളം കൂടിയ വശമുള്ളത്. ഈ നീളം കൂടിയ വശത്തിനെ നമ്മൾ ഹൈപ്പോടെന്യൂസ് എന്നാണ് പറയുന്നത്. ഹൈപ്പോടെന്യൂസ്. ഓക്കെ, അഥവാ കർണം എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് പൈതഗോറസ് തിയറം എന്നൊരു തിയറം നമ്മൾ പ്രധാനമായിട്ട് പഠിക്കണം. പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് ഹൈപ്പോടെന്യൂസിന്റെ സ്ക്വയർ എടുത്താൽ അത് ബേസിന്റെ സ്ക്വയറും ഹൈറ്റിന്റെ സ്ക്വയറും, അതായത് പാദം സ്ക്വയർ പ്ലസ് ഉയരം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ. ഉയരത്തിനെ ലംബം എന്നും പറയാറുണ്ട് കേട്ടോ, ലംബം രണ്ടും പറയാറുണ്ട്. അപ്പോ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ. ഇതാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. അപ്പൊ ഈ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഈ മൂന്ന് വശങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മളിവിടെ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പോ എത്രയും കുറച്ച് സമയത്തിൽ എത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അവിടെയാണ് നമ്മുടെ വിജയം. കാരണം എല്ലാ ക്വസ്റ്റ്യൻസിനും സെയിം മാർക്കാണ്, സെയിം വെയിറ്റേജ് ആണ്. അല്ലാതെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം പോലെ ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്കിന്, ഇപ്പോ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം, അങ്ങനെയൊന്നുമില്ല. ഒരു ഒറ്റ നോട്ടത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനും 5 മിനിറ്റ് ചെയ്ത് കിട്ടുന്ന ക്വസ്റ്റ്യനും സെയിം മാർക്കാണ് നമ്മൾ കിട്ടുന്നത്. അപ്പൊ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചുള്ള വിജയം, അല്ലേ? അപ്പൊ ഇവിടെ ആ കുറഞ്ഞ സമയത്തിൽ ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണം തന്നിട്ട് അതിന്റെ ഇക്വേഷൻ എഴുതാൻ, അതിന്റെ ഏതെങ്കിലും ഒരു വശത്തിന്റെ നീളമോ ഒക്കെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറും ബേസ് സ്ക്വയറും ഒക്കെ ഇട്ട് റൂട്ടൊക്കെ കണ്ടുപിടിച്ച് വരുന്നതിന് പകരം ഇതുപോലുള്ള ചില വാല്യൂസ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പൊ ഞാനിവിടെ 3 സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ വാല്യൂസിനെ നമ്മൾ വിളിക്കുന്നത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്നാണ്. ഇനിയും പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ഉണ്ട്. ജനറലി ചോദിക്കുന്ന 3 എണ്ണം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലുമാണ് 2 സൈഡായിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ യാതൊരു കണക്കും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ സൈഡ് ഒരു മട്ട ത്രികോണം തന്നിട്ട് അതിന്റെ ഒരു വശം 12 സെന്റിമീറ്റർ എന്നും ഒരു വശം 13 സെന്റിമീറ്റർ എന്നും മൂന്നാമത്തെ വശം കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും കണക്കാണെങ്കിൽ അവിടെ നിങ്ങൾ ഈ പൈതഗോറസ് തിയറം ഒന്നും എടുത്ത് ചെയ്യാനായിട്ട് നിൽക്കരുത്. അത് സമയം കളയും. അവിടെ 5 നമുക്ക് നേരിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്തരത്തിൽ കുറച്ച് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. പെരിമീറ്ററിന്റെ ഇക്വേഷനെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ, നേരത്തെ ജനറൽ ഇക്വേഷൻ തന്നെയാണ്, അത് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ജനറൽ ഇക്വേഷൻ തന്നെയാണ്. പെരിമീറ്ററിന്റെ കാര്യം നമ്മൾ ഇനി എടുത്തു പറയേണ്ട ആവശ്യമില്ല. അത് എല്ലാ സൈഡും, അതായത് ഹൈറ്റും ഹൈപ്പോട്ടന്യൂസും ബേസും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്തോ അതാണ് പെരിമീറ്റർ, ചുറ്റളവ്.
അപ്പൊ സാധാരണ ഈ ചുറ്റളവും ഏരിയ ഒക്കെ വെച്ച് ചോദിക്കുന്നത്, ഇപ്പൊ ചുറ്റളവാണെങ്കിൽ ഇപ്പോ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഫീൽഡ്, ഒരു വയലുണ്ട്, അതിന് ഫെൻസ് ചെയ്യാൻ, അതിന് വേലി കെട്ടാനായിട്ട് എത്ര ചെലവ് വരും, അത് ഇത്ര മീറ്ററിന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഈ ചുറ്റളവ് പെരിമീറ്റർ ആണ് എടുക്കേണ്ടത്. ഇനി ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു കോർട്ട്യാർഡ് അത് ഇന്റർലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് സ്ക്വയർ മീറ്ററിന് അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്ററിന് ഇത്ര രൂപ ചെലവ് വരും, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ചെലവ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏരിയനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പെയിന്റ് ചെയ്യുക, സർഫസിൽ പെയിന്റ് ചെയ്യുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഏരിയനെ സംബന്ധിച്ചിട്ടാണ്. ഇനി വോളിയം ആകുമ്പോൾ അതിനകത്ത് എത്ര വെള്ളം കൊള്ളും തുടങ്ങിയ കണക്കുകളാണ് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാനായിട്ട് സാധ്യത. പക്ഷെ കൂടുതലും ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ക്ലിയർ? അപ്പൊ ഇതാണ് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ ഇക്വേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഷോർട്ട് കട്ടുകളും ഷോർട്ട് ട്രിക്കുകളും കുറച്ചുകൂടെ ഈസി ആയിട്ട് ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാനുള്ള മെത്തേഡ്സും എല്ലാം ഈ സെഷന്റെ അവസാനം, അതായത് നമ്മൾ സോളിഡ് ഫിഗേഴ്സും പ്ലെയിൻ ഫിഗേഴ്സും കഴിഞ്ഞതിന് ശേഷം, പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതൊരു ക്വിക്ക് സമ്മറി പോലെ ഏറ്റവും അവസാനം പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഇത്രയും നേരം പഠിച്ചതിൽ നിന്ന് നമുക്കൊരു ചോദ്യം ചോദിക്കാനായിട്ട്, റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം അതെങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ ട്രയാങ്കിൾ ഹൂസ് സൈഡ്സ് ആർ 50 മീറ്റർ, 78 മീറ്റർ ആൻഡ് 112 മീറ്റർ റെസ്പെക്റ്റീവ്ലി. 50 മീറ്റർ, 78 മീറ്റർ, 112 മീറ്റർ അളവുകളുള്ള ഒരു ത്രികോണമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ ഓപ്പോസിറ്റ് ആംഗിൾ ടു ദ സൈഡ് ഓഫ് 112 മീറ്റർ. 112 മീറ്റർ ആ ഒരു നീളം, ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അതിലേക്ക് വരയ്ക്കുന്ന, എതിർ വശത്ത് നിന്നും അതിലേക്ക് വരയ്ക്കുന്ന, ഓപ്പോസിറ്റ് വേർട്ടക്സിൽ നിന്നും അതിലേക്ക് വരയ്ക്കുന്ന ലംബത്തിന്റെ നീളം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഓക്കെ, അപ്പോ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ചുരുക്കത്തിൽ, ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നമുക്ക് എങ്ങനെ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നു, അതാണ് നമ്മുടെ വിജയം. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ ട്രയാങ്കിൾ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാവാനായിട്ടാണ് ഞാൻ ഇവിടെ അത് വരയ്ക്കുന്നത്. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോഴത്തേക്ക് ഈ ട്രയാങ്കിൾ ഒന്നും വരച്ച് വെറുതെ സമയം കളയരുത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫിഗർ. ഇവിടെ ഞാനൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പോലെയാണ് വരച്ചത്. അപ്പൊ ഇത് 112 മീറ്റർ ആണ്, ഇത് 78 മീറ്റർ ആണ്, ഇത് 50 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നീളമാണ് കണ്ടുപിടിക്കാനുള്ള, അല്ലെ? ഈ ഒരു ഹൈറ്റ് ആണ്, ഇത് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? 3 വശങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ, വേറൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്, ആദ്യം ഈ 3 വശങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അതിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ആ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഇക്വേഷൻ അറിയാം. അതായത് ഒന്ന് വശങ്ങളുടെ നീളം, ഇവിടെ തന്നിട്ടുള്ള പോലെ വശങ്ങളുടെ നീളം വെച്ചിട്ടുള്ള ആ ഒരു ഇക്വേഷൻ നമുക്കറിയാം. അതുപോലെ ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. ആ ഇക്വേഷൻസ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പഠിച്ച റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് ഓരോ വശങ്ങളായിട്ട് തന്നിട്ടുണ്ട്. അതായത് എ ഇസ് ഈക്വൽ ടു 50 മീറ്റർ ആണ്. നമ്മൾ എക്സാമിന് ചെയ്യുമ്പോൾ ഇതൊന്നും എടുത്ത് എഴുതാൻ പാടില്ല. എല്ലാം എത്രയും ഷോർട്ടാക്കി വെക്കാൻ പറ്റും അത്രയും ഷോർട്ടായിട്ട് എഴുതുക. തെറ്റുമെന്ന് ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ ചെയ്ത് നോക്കാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം മൈൻഡ് കാൽക്കുലേഷൻ ആയിരിക്കണം. ബി ഇസ് ഈക്വൽ ടു 78 മീറ്റർ ആണ് ആൻഡ് സി ഇസ് ഈക്വൽ ടു 112 മീറ്റർ ആണ്. ഇത്രയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് എസ് കണ്ടുപിടിക്കാം. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു 50. ഞാൻ എല്ലാം എഴുതുകയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് സൊല്യൂഷൻ ചെയ്യുന്ന ഇത് കാണിക്കാനാണ്. ഇതൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. 78 പ്ലസ് 112 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ 50 70 കൂടെ എത്ര? 120 ആണ്. ഇനി ഒരു 8 ഉണ്ട്, ഒരു 2 ഉണ്ട്. അപ്പൊ 8 2 കൂടെ 10 ആയി. ഓക്കെ, ബാക്കി അപ്പൊ 130 ആയി. 130ന്റെ കൂടെ ഇനി ബാക്കിയുള്ള ഒരു 110 ആണ്. അതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തം 240 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, 240/2. അപ്പൊ നമുക്കറിയാം 24ന്റെ പതി 12, അപ്പൊ 120 ആണ് നമ്മുടെ എസ് എന്ന് പറയുന്ന വാല്യൂ. ഇനി അതെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇക്വേഷനിലോട്ട് കൊടുക്കാം. അപ്പൊ ഇക്വേഷനിൽ ഡയറക്റ്റ് കൊടുത്ത് വലിയൊരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് അവസാനം ഒന്നും ഇല്ലാതെ പോകുന്നതിന് പകരം നമുക്ക് ആദ്യം എസ് മൈനസ് എയും എസ് മൈനസ് ബിയും എസ് മൈനസ് സിയും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ എസ് മൈനസ് എ എന്ന് പറയുമ്പോൾ 120 മൈനസ് 50 ഒറ്റയടിക്ക് വരും 70, അല്ലെ? 70 മീറ്റർ.
ഇനി എസ് മൈനസ് ബി എന്ന് പറയുന്നത് 120 മൈനസ് 78. ഓക്കെ, അപ്പൊ 8 പോകുമ്പോഴത്തേക്ക് ഒരു 2 ആയി, 70 പിന്നെ 70 കൂടെ പോകുമ്പോഴത്തേക്ക് എത്ര 42 മീറ്റർ. ഇനി അടുത്തത് എസ് മൈനസ് സി, അതായത് 120 മൈനസ് 112, ഒറ്റ ക്ലിക്ക് അത് 8 മീറ്റർ ആണ്. യെസ്, അപ്പൊ ആ വാല്യൂസ് എല്ലാം ആയി. ഇനി ഇതെല്ലാം കൂടെ നേരെ എടുത്ത് ഏരിയയുടെ ഇക്വേഷനിലോട്ട് എടുത്തിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇക്വേഷൻ ഒന്നും എഴുതാൻ നിൽക്കരുത്, കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വീട്ടിൽ കൊണ്ടുപോവാണ് ചെയ്യുന്നത്, അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ആരുമില്ല. അതുകൊണ്ട് ഇക്വേഷൻ ഒന്നും എഴുതാൻ നിൽക്കരുത്, നമ്മൾ നേരെ എന്ത് എഴുതുക, അതിന്റെ വാല്യൂസ് എടുത്ത് എഴുതിയാൽ മതി. ഞാൻ ഇവിടെ ഇക്വേഷൻ ഒന്ന് എഴുതുകയാണ്. എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. എസ് എന്ന് പറയുന്നത് 120 ഇൻറ്റു എസ് മൈനസ് എ 70, എസ് മൈനസ് ബി 42, എസ് മൈനസ് സി 8. ഓക്കെ, അപ്പൊ ഇത് മൂന്നും 120, 70, 42, 8 കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പൊ വലിയൊരു നമ്പർ കിട്ടും, ഒരു ഏകദേശം ഒരു 6-7 ഒക്കെ ഉള്ള വലിയൊരു നമ്പർ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്രയും വലിയൊരു നമ്പറിനെ പിന്നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് ചെറുതാക്കി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ടുള്ള സമയം നമുക്ക് PSC തരില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? യെസ്, നമുക്ക് ഈ റൂട്ടിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഇങ്ങനെ വേണം സ്പ്ലിറ്റ് ചെയ്യാൻ. 120ന്റെ പകുതി 60 ആണ്, അപ്പൊ പകുതി 2. ഇനി 60ന്റെ പകുതി 30 ആണ്, അപ്പൊ വീണ്ടും ഒരു 2. ഓക്കെ, 30ന്റെ പകുതി 15 ആണ്, അപ്പൊ വീണ്ടും ഒരു 2. ഓക്കെ, ഇനി അപ്പൊ 15 വരെ ആയി. 15നെ ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പൊ ഇൻറ്റു ഒരു 3. ഓക്കെ, അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ 120നെ ഒറ്റ അടക്കി നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5, ഇങ്ങനെ മനസ്സിൽ ഫാക്ടറൈസ് ചെയ്യണം. അതുപോലെ 70ന്റെ പകുതി എത്ര? 70ന്റെ പകുതി 35 ആണ്. സോറി, 70നെ അല്ല, നമുക്ക് പകുതി എടുക്കണ്ട, നമുക്ക് 7 എടുക്കാം. ഓക്കെ, 7 എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 7 എടുക്കുന്ന സമയത്ത് ബാക്കി ഒരു 10 കിട്ടും. ഓക്കെ, 10നെ ഇനി ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 2 ഇൻറ്റു 5, അത് അവിടെ തീർന്നു. ഇനി 42 ആണ്. 42ന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 21, അപ്പൊ ഒരു 2 എടുക്കാം. ഹാഫ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ 21. ഇനി 21നെ 2-ലൊന്നും പോവില്ല, 3-ല് പോവും. 3-ല് പോകുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 7 കിട്ടും. അപ്പൊ 3 ഇൻറ്റു 7 ആണ് 21, അപ്പൊ അതുമായി. ബാക്കി 8 ആണ്. 8ന്റെ പകുതി 4 ആണ്. 4ന്റെ പകുതി വീണ്ടും 2 ആണ്. അപ്പൊ നമ്മൾ ഒറ്റ അടിക്ക് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ട് പുറത്തെടുത്തൂടെ? യെസ്, അപ്പൊ ഓരോന്നായിട്ട് പുറത്തെടുക്കാം. 2 2 പുറത്തെടുത്തു. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, അത് പുറത്തെടുക്കാം. ഓക്കെ, അടുത്തത് ഇവിടെ ഒരു 5, ഇവിടെ ഒരു 5 പുറത്തെടുത്തു. അടുത്തത് ഇവിടെ ഒരു 7, ഇവിടെ ഒരു 7, അത് പുറത്തെടുത്തു. അടുത്തത് ഇവിടെ ഒരു 3, ഇവിടെ ഒരു 3, അത് പുറത്തെടുത്തു. 3 ആണ്. ഇനി അടുത്തത് ഇവിടെ ഒരു 2, ഇവിടെ ഒരു 2, അത് പുറത്തെടുക്കാം. ഇവിടെ ഒരു 2, ഇവിടെ ഒരു 2, അതും പുറത്തെടുക്കാം. യെസ്, അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുമോ അത് നമ്മുടെ സ്ക്വയർ റൂട്ട് ആണ്. അപ്പൊ ഇത് 4, ഇവിടെ വീണ്ടും 4, 5 ഇൻറ്റു 3 15 ഇൻറ്റു 7, 4 ഇൻറ്റു 4 16 ആണ്. അപ്പൊ 16 ഇൻറ്റു 15 ഇൻറ്റു 7, ഇതും നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. 15 ഇൻറ്റു 2 30 അല്ലേ? അപ്പൊ 30 ഇൻറ്റു 8 240, കാരണം 3 ഇൻറ്റു 8 24 ആണ്. അപ്പൊ 240 ഇൻറ്റു 7. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ 24 ഇൻറ്റു 7 മാത്രം ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, 24 ഇൻറ്റു 7 ചെയ്യുമ്പോഴത്തേക്ക് 8 2 16 168. നമ്മൾ 0 മാറ്റിയില്ലേ, അപ്പം 1680 മീറ്റർ സ്ക്വയർ എന്നാണ് ഏരിയ വരുന്നത്. ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാം, അല്ലാതെ നമ്മൾ സ്ക്വയർ റൂട്ട് ഒക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സമയം എടുക്കും. ഇനി ഒരു കാര്യം, നമ്മൾ ഈ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുമ്പോഴത്തേക്ക് മാക്സിമം 3 4 കണക്കുകളൊക്കെ ഇങ്ങനെ ഇത്രയും സ്റ്റെപ്പുകൾ വഴി ചെയ്യാനായിട്ട് വരുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് 1 മിനിറ്റിലോ അല്ലെങ്കിൽ മാക്സിമം ഒരു 1.5 മിനിറ്റിലൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആയിരിക്കും. ഒരുപാട് വലിയ ന്യൂമറിക്കൽസ് എല്ലാം അവസാനത്തിലേക്ക് ചെയ്യാൻ വേണ്ടി വേണം നോക്കാൻ. 1 വേർഡ് ഒക്കെ അറിയാവുന്ന 1 വേർഡ് ഒക്കെ പെട്ടെന്ന് ആൻസർ ചെയ്തിട്ട് ഇപ്പോ ഒറ്റ ക്ലിക്കില് അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിലൊക്കെ നമുക്ക് ആൻസർ കിട്ടുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതെല്ലാം ആദ്യം ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. അതെല്ലാം ആൻസർ ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ടിൽ മാത്രമേ ഇങ്ങനെയുള്ള ന്യൂമറിക്കൽസ് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ന്യൂമറിക്കൽസ് ആദ്യമേ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ സമയം മുഴുവൻ പോകും. അതിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ള ന്യൂമറിക്കൽസ് എല്ലാം ആദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ഇങ്ങനത്തെയുള്ള കണക്കുകളിലേക്ക് വരാനായിട്ട് പാടുള്ളൂ. അപ്പൊ നമുക്ക് ഏരിയ കിട്ടി 1680 ആണ്. ഇനി നമുക്ക് പാടൊന്നുമില്ല. ഇനി നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ, ഹാഫ് BH. അപ്പൊ ഹാഫ് BH ഇസ് ഈക്വൽ ടു 1680 ആണ്. ബേസ് നമുക്കറിയാം 112. ഓക്കെ, അപ്പം 112 ഇൻറ്റു ഇതിൽ ഏതോ ഒരു നമ്പർ, എന്നിട്ട് അതിന്റെ ഹാഫ് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും?
1680 കിട്ടും. അപ്പൊ അതൊന്നും നമ്മൾ ചെയ്ത് നോക്കാനായിട്ട് നിൽക്കരുത്. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കണം. ഓപ്ഷനിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇത് ഓപ്ഷനിൽ അവസാനം 0 ഉള്ള ഒരേ ഒരു നമ്പറേ ഉള്ളൂ, 30 അല്ലേ? അപ്പോ ആ നമ്പർ ആയിരിക്കും നമ്മുടെ ആൻസർ. കാരണം ഇവിടെ നമ്മുടെ ആൻസറിന്റെ അവസാനം 0 ഉണ്ട്, ബാക്കി ഒരു നമ്പർ കൊണ്ട് ഇപ്പൊ 2 കൊണ്ട് 8നെ മൾട്ടിപ്ലൈ ചെയ്താലും 8 കൊണ്ട് 8നെ മൾട്ടിപ്ലൈ ചെയ്താലും 6 കൊണ്ട് 8നെ മൾട്ടിപ്ലൈ ചെയ്താലും ഒന്നും അവസാനം 2 കിട്ടില്ല. അപ്പൊ അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ നമുക്ക് 2 കിട്ടില്ല, 0 കിട്ടില്ല. ഓക്കെ, അപ്പോ ഇത്തരത്തിലാണ് നമ്മൾ ഒരു ആൻസറിലേക്ക് എത്തേണ്ടത്. അല്ലെങ്കിൽ അവിടെയും നമ്മൾ കണക്ക് ചെയ്ത് കുറെ മിനിറ്റുകൾ അവിടെയും കൊണ്ട് നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ആ ഒരു ഹൈറ്റ് എത്രയെന്ന് വരും? നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്? ആ ഒരു പെർപെൻഡിക്കുലർ ഹൈറ്റ്, ഓക്കെ, ആ ഒരു ഉയരം അല്ലെങ്കിൽ ലംബം എന്ന് നമുക്ക് പറയാം. അത് എത്രയാണ്? 30 മീറ്റർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇത് ഈ ഒരു ഭാഗത്ത് നിന്നും ചോദിക്കാവുന്ന അത്യാവശ്യം കടുപ്പപ്പെട്ട ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ്. അല്ലാതെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുക. അപ്പോ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവാനായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോവാം. അപ്പോ